വെസ്റ്റേൺ റീജിയൻ്റെ കരുത്തുറ്റ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഫോമയുടെ ആദരണീയനായ പ്രസിഡന്റ്, ഫോമയുടെ ജനറൽ സെക്രട്ടറി, വെസ്റ്റേൺ റീജിയനിലെ വിവിധ മത, സാംസ്കാരിക, സാമൂഹിക മണ്ഡലങ്ങളിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിരിക്കും. സാമുവൽ മത്തായി. 24-26 ടേമിലേക്കുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ടെക്സസിലെ ഡാളസ് മലയാളി അസോസിയേഷനാണ് എന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാലയന സഖ്യത്തിലൂടെ ഹരിശ്രീയെക്കുറിച്ച് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ കോളേജിൻ്റെ 5 വർഷം ഒരു കോളേജിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ലീഡ് ചെയ്ത് 5 വർഷവും ഞാൻ ലീഡ് ചെയ്ത പാനലിനെ വൻ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷനിലൂടെ ജനറൽ സെക്രട്ടറി, അത്ലറ്റിക് സെക്രട്ടറി, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ, വിവിധ സംഘടനകളുടെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 14 വർഷമായി ഞാൻ ഫോമയുടെ ഒരു അംഗമായും ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായും ഡാളസ് മലയാളി അസോസിയേഷന്റെ സെക്രട്ടറിയായും 2 ടൈം പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ പാനലിനെയും വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതരാക്കണമെന്ന് ഞാൻ ദയവായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. 2 വിവിധ മൂല്യങ്ങളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്. അവർ മൂന്ന് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഫോമയ്ക്ക് ഒരേ ഒരു മൂല്യമേ ഉള്ളൂ: സൗഹൃദം, കൂട്ടായ്മ, ഫാമിലി കൂട്ടായ്മ. നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അതിന് വേണ്ടുന്നത് പൊതുപ്രവർത്തനത്തിന്റെ തീഷ്ണമായ തീച്ചുളയിൽ നിന്ന് അനുഭവ സമ്പത്ത് നേടിയ വ്യക്തികൾ മാത്രമേ ഫോമയെ ലീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫോമ എന്ന പ്രസ്ഥാനം അമേരിക്കയിലും കാനഡയിലും വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ ഒരു മാലയിലെ മുത്തുമണി പോലെ കോർത്തിണക്കി കൊണ്ടുപോകുവാൻ കഴിയണം. അങ്ങനെയുള്ള നേതാക്കന്മാരെ മാത്രമേ നിങ്ങൾ തെരഞ്ഞെടുക്കാവൂ. അതിന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തോമസ് ട്യൂമൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫോമയുടെ 2024-26 ഞങ്ങൾ വിജയിച്ചു വരികയാണെങ്കിൽ ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം വെസ്റ്റേൺ റീജിയനിൽ നിന്ന് തുടങ്ങുമെന്ന് ഞാൻ ഇതിനോടകം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ 1-2 വാഗ്ദാനങ്ങൾ പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. അത് ഓൾറെഡി തോമസ് ട്യൂമൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് യുവജനങ്ങളെ സംഘടിപ്പിച്ച് സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി, കലാ കമ്മിറ്റികൾ ഉണ്ടാക്കി, സ്പോർട്സ് കമ്മിറ്റികൾ ഉണ്ടാക്കി, അതിലെല്ലാം ഉപരി യുവജനങ്ങളെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും അമേരിക്കൻ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും FBI പോലെയുള്ള വിവിധ ഏജൻസികളിലേക്കും കൊണ്ടുവരുവാനായി ഞങ്ങൾ വിവിധ സെമിനാറുകളും ക്ലാസുകളും നടത്തുമെന്ന് ഞാൻ ഇതിനോടകം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. ഞങ്ങളെ ഇവിടെ ഊഷ്മളമായി സ്വീകരണം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തിൽ ചാലിച്ച 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ശാന്തിയുടെയും നല്ലൊരു സായാഹ്നം ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.